ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 3 സ്നാക്സ് ആണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു പച്ചമുളക് അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ബീൻസ് പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 6 ബീൻസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 കപ്പോളം ബീൻസ് ഉണ്ടാവും. അപ്പോൾ ബീൻസ് ഒന്ന് വാടി വരുന്ന സമയത്ത് ചെറിയൊരു ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാലയില്ലേ, അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടി അങ്ങനെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 വലിയ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ബ്രെഡ് ക്രംസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ബോൾ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ഒക്കെ ബോൾ ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ചിട്ട് നമുക്കിത് കോട്ട് ചെയ്തെടുക്കാം. ഇതിന് പകരം കോഴിമുട്ടയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ മുട്ട ചേർക്കാതെ എന്ന് പറഞ്ഞല്ലോ ആദ്യം തന്നെ. മുട്ടയും ബീഫും ഒന്നും ഇല്ലാതെ, ബീഫും ചിക്കനും മുട്ടയൊന്നും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ മൈദ കലക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചിക്കനോ ബീഫോ മുട്ടയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് ഞാനൊരു ടൂത്ത് പിക്ക് കുത്തി വെച്ചിട്ടാണ് കേട്ടോ സെർവ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊട്ടാറ്റോ ലോലിപ്പോപ്പൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ സ്നാക്കാണ്. ഇതിലേക്ക് നമുക്ക് മാവ് കുഴക്കുകയോ പരത്തുകയോ അങ്ങനെ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഈ ഒരു സമയത്ത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്നൊരു സാധനം വെച്ചിട്ടാണ് നമ്മളിതിന് കവറിങ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയണില്ല, നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റാണ് കേട്ടോ. ചെറിയൊരു ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതാണ്. ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും, കുറച്ച് ക്യാബേജ് അരിഞ്ഞതും, ക്യാബേജ് എന്ന് പറയുമ്പോൾ ഒരു പിടി ക്യാബേജ് അരിഞ്ഞതും, പിന്നൊരു 1/4 കപ്പോളം ബീൻസ് പൊടിയായിട്ട് അരിഞ്ഞതും ഒക്കെ വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. അതിന് മുൻപായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ പച്ചക്കന്നെ ചേർത്ത് കൊടുക്കുകയാണ്. തൊലിയൊക്കെ കളഞ്ഞ് ചെറിയൊരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഈ പച്ചക്കറികളൊക്കെ വേവുന്ന സമയം വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റാണ് കേട്ടോ വെച്ചത്, ഈ പച്ചക്കറികളൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് ആയപ്പോൾ പച്ചക്കറികളൊക്കെ നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലപ്പൊടികളാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇത് സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സമയത്ത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നൊരു സാധനം എന്ന്. സമൂസ ഷീറ്റ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിവിടെ 2 സമൂസ ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇല്ലേ, അത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ഒരു ഷീറ്റില്ലേ, അത് ഇതുപോലെ മടക്കി ബോക്സ് ടൈപ്പിലാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് മൈദ ഒന്ന് കലക്കി ഗമ്മാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. കണ്ടോ? ഇനി ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. 2 ഷീറ്റ് ഇതുപോലെ വെച്ചിട്ട് നടുവിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 സൈഡിലും 4 ഷീറ്റിൻ്റെ അറ്റത്തും ഗമ്മാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ? ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് നമ്മളൊരു കോഴിമുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഇതിന് മുമ്പത്തെ സ്നാക്കിൽ ചെയ്ത പോലെ മൈദയോ കോൺഫ്ലവറൊക്കെ കലക്കിയെടുത്താലും മതി. ഞാനിവിടെ ഒന്നും കൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട്. എന്നിട്ട് ആ കോഴിമുട്ടയിൽ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോക്സ് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. കാരണം സമൂസ ഷീറ്റ് ഫ്രൈ ആയി കിട്ടാൻ അത്ര വലിയ കുക്കായി കിട്ടാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് മസാലയൊന്നും വഴറ്റാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞത്, മീഡിയം സൈസിലുള്ളൊരു സവാളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒക്കെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസിന് പകരം ഞാനിവിടെ റസ്ക് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവറിന് പകരം മൈദ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലവറും ബ്രെഡ് ക്രംസും ആണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു നാരങ്ങയുടെ പകുതിയിൽ നിന്നും കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മിസ്സായി പോയതാണ്. നാരങ്ങ നീര് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ബോൾസാക്കി മാറ്റിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ കണ്ടോ ഇതുപോലെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി മുളക് പൊടിയും വെള്ളവും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്നാക്കിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം കോഴിമുട്ട എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇനി റസ്ക് പൊടിയിൽ തന്നെ ഡിപ്പ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബ്രെഡ് ക്രംസ് ആണെങ്കിലും മതിയാകും കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലോർ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 3 സ്നാക്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്